ഞാൻ നിങ്ങളെ സ്വന്തം നെഗറ്റീവ് വോളിയം മിസ്റ്റർ നന്ദു ടെക്. സോ ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു വിഷയം വേറെ ആയിരുന്നില്ല, ലവനാണ്. സോ ലവൻ ആകെ പ്രശ്നമായിട്ടായിരിക്കുകയാണ് ഇവൻ ആകെ പ്രശ്നമാക്കിയിട്ടാണുള്ളത് വീട്ടിൽ. സോ ഇതിന് ഏകദേശം വരുന്നുണ്ട് 8GB റാമും 128GB റോമാണ് എടുത്തിരിക്കുന്നത്. സോ എനിക്ക് അടിപൊളിയാണ്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവിലല്ല, ഒരു ചെറിയൊരു റിവ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാർക്കറ്റ് ഫ്രണ്ട്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആർട്ടിസ്റ്റ് റെഡ് എന്ന് പറഞ്ഞ ഒരു കളറിലാണ് വരുന്നത്. അതായത് ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, സാർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, റാം 8GB റാമും റോമും 128GB ആണ് വരുന്നത്. സോ പ്രൈസ് വരുന്നത് 26,999 ആണ് വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ക്യാമറയ്ക്ക് പറ്റിയ മൊബൈലാണ്. ഇനി നിങ്ങൾ ക്യാമറ വീഡിയോസ്, ക്യാമറ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നാലോ. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നിങ്ങളൊന്ന് കണ്ടിട്ട് വരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ ഗൈസ്, ഇതിപ്പോൾ ചെറിയൊരു പ്രശ്നത്തിലാണ്. ഞാൻ എന്താ പറയുക, വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതായത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിലാണ്. ഫ്രണ്ട് ക്യാമറയിൽ 720p at 13fps. ഫ്രണ്ട് ക്യാമറ 13fps മാത്രമാണ് അവൈലബിൾ ആവുള്ളൂ. 16fps അവൈലബിൾ ആവില്ല. സോ മാക്സിമം ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാതെ നിൽക്കുക. ഇതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇനി ഫ്രണ്ട് ക്യാമറയിൽ 180p എങ്ങനെയുണ്ട്, 13fps എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിവോയുടെ വിവോ v29 തന്നെയാണ്. പക്ഷേ ഇത് എടുക്കുന്നത് 118p at 1080p at എന്താ പറയുക 13fps ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സോ ഫ്രണ്ട് ക്യാമറ എനിക്ക് തോന്നുന്നത് കുറച്ച് ക്ലാരിറ്റി കുറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ കുറയാനുള്ള കാരണം വേറെ ഒന്നല്ല, 13fps ആയതുകൊണ്ട്. ഏറ്റവും ബെറ്റർ 16fps ആണ്. പക്ഷെ മെയിൻ എല്ലാവരും ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഷോർട്സിനായിരിക്കും ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുക. പരമാവധി ബാക്ക് ക്യാമറ യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഇനി ബാക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 720p at 16fps. ഇവിടെ ബാക്ക് ക്യാമറയിൽ റയർ ക്യാമറയിൽ വരുന്ന ഓപ്ഷൻ 13fps-ഉം 16fps-ഉം വരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ, 13fps. എനിക്ക് തോന്നുന്ന ബാക്ക് ക്യാമറ പിന്നെയും ക്വാളിറ്റി ഉണ്ട്. 16fps വരുന്നോണ്ടാണ് ബാക്ക് ക്യാമറയിൽ 720 പിന്നെയും ഭംഗി, എന്താ പറയുക, ക്ലാരിറ്റി തോന്നുന്നത്. ഇനി നമുക്ക് 180-ൽ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഫ്രണ്ട് ക്യാമറ റയർ ക്യാമറയിൽ, ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 13fps at 720p എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് 1080p എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിവോയുടെ Vivo v29e. ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തതും അതേ മൊബൈലിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ബിൽഡപ്പിന് പറഞ്ഞതാണ്. സോ ഗൈസ്, ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080p at 16fps ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങളൊന്ന് കാണാം. ഞാൻ മുന്നിൽ വന്നിരിക്കണ്ടേ, അതുകൊണ്ടാണ്, ആ ഒരു മടി കാരണം കൊണ്ടാണ് കേട്ടോ. സോ എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറ ക്വാളിറ്റി? എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത മാതിരി 16fps ബാക്ക് ക്യാമറയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്രണ്ട് ക്യാമറയിൽ 13fps ഉള്ളൂ, ക്ലാരിറ്റി കുറയും. ഇതാവുമ്പോൾ ക്ലാരിറ്റി കൂടും എനിക്ക് തോന്നുന്നു. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക്, ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് സോ നമുക്ക് ഫൈനൽ ഒരു റിവ്യൂയിലേക്ക് പോയേക്കാം. സോ ഇത് അതായത് 1080p at 16fps എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു മൊബൈൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മീഡിയം ലെവലിൽ ഗെയിം കളിക്കാം. പബ്ജിയും ഫ്രീ ഫയറും വേണമെങ്കിൽ, എന്താ പറയുക, അത്യാവശ്യത്തിന് മെമ്മറി കാർഡ് ഇട്ടാൽ എക്സ്പാൻഡബിളും അതിൽ കുറച്ച് എക്സ്ട്രാ കിട്ടും നിങ്ങൾക്ക് സ്പേസ്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ എനിക്ക് പറയാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്യാമറയാണ്. ക്യാമറ ഫ്രണ്ട് ക്യാമറയിൽ ഒരു രക്ഷയില്ല. എന്നാലും ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് ക്ലാരിറ്റി കുറവ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാക്ക് ക്യാമറ പിന്നെയും ഭംഗിയുണ്ട്. സോ ബാക്ക് ക്യാമറയിൽ ഞാൻ 13fps ഒരിക്കലും എടുത്തിട്ടില്ല. 16fps 2 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത്. 2 വീഡിയോ അത്യാവശ്യത്തിന് ക്ലാരിറ്റി ഉണ്ട്.
സോ ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ സെലക്ട് ചെയ്തത്. പിന്നെ ക്യാമറയ്ക്ക് അത്രയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പോർട്രേറ്റ് മോഡ് ഫിൽറ്റർ ഇത് വരുന്നുണ്ട്. അതിട്ടിട്ട് നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പോർട്രേറ്റ് മോഡ് അനുഭവപ്പെടും. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരും. അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ തരാം. ഇതിൻ്റെ ഫിൽപ്പെടുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. മീഡിയം ലെവലിൽ കളിക്കാം. അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. റെഡി ക്യാഷ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ എടുത്തോളൂ. ഫുൾ ഗ്യാരണ്ടി, ഫുൾ സപ്പോർട്ട് ഞാൻ എടുത്തോണ്ട്. അപ്പോൾ ഞാൻ എടുത്തോണ്ട് മാത്രമല്ല, അത്രയും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ക്യാമറയ്ക്ക് ഒരു രക്ഷയില്ല, അത്ര ക്യാമറയാണ്. സോ എന്തായാലും ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ നിങ്ങളെ സ്വന്തം നെഗറ്റീവ് ഓളി മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.